കുറ്റ്യാടി വടകര മേഖലയിൽ ബോംബ് കൃഷി നടക്കുന്നുവെന്ന് കുറ്റ്യാടിയിലെ UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള. വില്യാപ്പള്ളിയിൽ യുവാവിന്റെ കൈപ്പത്തി തകരാനിടയായ പൊട്ടിത്തെറിക്ക് പിന്നിൽ എന്താണെന്ന് പോലീസ് അന്വേഷിക്കണം. തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ട് CPM പ്രശ്നങ്ങൾക്ക് ശ്രമിക്കുകയാണെന്നും പാറക്കൽ അബ്ദുള്ള ആരോപിച്ചു. ഞാൻ പറഞ്ഞ ഒരാഴ്ച മുമ്പ് പറഞ്ഞ ഒരു ബോംബ് കൃഷി ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കൊറ്റിയാമ്പയിൽ ഇന്നലെ വൈകുന്നേരം 4:30 മണിക്ക് വീടിൻ്റെ ടെറസിന് മുകളിൽ വെച്ച് ബോംബ് പൊട്ടി കൈപ്പത്തി നഷ്ടപ്പെട്ടു. ഇവിടെ MJ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. വൈകുന്നേരം അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൈ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് ഈ വാർത്ത പോലീസ് പറഞ്ഞില്ല, പത്രം കാണുന്നില്ല? ഇവിടെ എന്തോ ഒരു അപകടമുണ്ടല്ലോ. ഇതെങ്ങനെ ഈ കുട്ടി 17 വയസ്സ് 18 വയസ്സുള്ള ഈ പയ്യൻ്റെ കൈപ്പത്തി നഷ്ടപ്പെടുന്ന രൂപത്തിൽ വീടിൻ്റെ ടെറസിന് മുകളിൽ വെച്ച് ഒന്നുകിൽ ഈ നിർമ്മാണം നടക്കണം, ഇല്ലേ? അങ്ങനെ ഇല്ലാതെ ഇത് പറ്റുമോ? അപ്പോൾ എന്താണ് ഇനി? എന്തായിരുന്നാലും പോലീസ് തെളിയിക്കട്ടെ, ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ എവിടെയോ ഒരു ബോംബ് കൃഷി ഇവിടെ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള അറ്റാക്കിന് വേണ്ടി CPM ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അനീസ് വിശദാംശങ്ങളുമായി. അനീസ്, വില്യാപ്പള്ളിയിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിയ സംഭവത്തെ എങ്ങനെയാണ് UDFും ലീഗും കാണുന്നത്? എന്താണിപ്പോൾ പാറക്കൽ അബ്ദുള്ളയുടെ ആരോപണം? അതിശക്തമായ ആരോപണമാണ് പാറക്കൽ അബ്ദുള്ള പറയുന്നത്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് ബോംബ് പൊട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നതിന്റെ മുമ്പ് തന്നെ, അദ്ദേഹം ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ ബോംബ് കൃഷി നടക്കുന്നുണ്ട് CPMന്റെ നേതൃത്വത്തിൽ എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ അവിടെ വടകര മേഖലയിൽ ഇപ്പോഴും സംഘർഷം നിലനിൽക്കുന്നുണ്ട്. UDF പ്രവർത്തകർ വെച്ച ബാനർ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീട് അത് അവർ ബാനർ സ്ഥാപിക്കുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് എത്തുകയൊക്കെ ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സംഭവം നമ്മൾ വിലയിരുത്തേണ്ടത്. അത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടായത്. പക്ഷേ അതിനു മുമ്പാണ് ഈ സ്ഫോടനത്തിൽ ഒരു CPM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നിട്ടുള്ളത്. പക്ഷേ അത് പോലീസ് പറയുന്നത്, പക്ഷേ അത് ബോംബ് സ്ഫോടനമോ മറ്റ് ദുരൂഹതയോ ഇല്ല എന്നാണ് പോലീസിൽ വിളിക്കുമ്പോൾ വടകര പോലീസിൽ നിന്ന് പറയുന്നത്. അത് പടക്കം പൊട്ടിക്കുമ്പോഴുണ്ടായ ഒരു അപകടം എന്ന് വ്യക്തമാണ്. അതിൽ കേസെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിനോട് ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് അങ്ങനെ അതിൽ ദുരൂഹത തന്നെ ഇല്ല, അതിൽ കേസെടുക്കേണ്ട കാര്യമില്ല, അതൊരു പടക്കം പൊട്ടിയപ്പോൾ ഉണ്ടായ അപകടമാണ് എന്ന് തങ്ങൾക്ക് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം UDF വലിയ ആരോപണം ഉന്നയിക്കുന്നു. ഇനിയിപ്പോൾ ഇന്നലെ തന്നെ ആ പ്രദേശത്ത് മാർച്ച് നടത്തി പ്രകടനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു UDF പ്രവർത്തകർ. പക്ഷേ ഈ ആരോപണം കുറെ കൂടി ശക്തമായി അവർ ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു സ്ഫോടനത്തിൽ കൈപ്പത്തി തകർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഒരാൾ. അത് മനന്തല സ്വദേശി യദുദേവിന്റെ കൈയാണ് ഇന്നലെ തകർന്നിട്ടുള്ളത്. അത് വീടിന് മുകളിലെ ടെറസിൽ വെച്ച് ഈ ബോംബ് നിർമ്മിക്കുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് UDF പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്തായാലും ഇത് സംഘർഷത്തിന് കോപ്പുകൂടി, തെരഞ്ഞെടുപ്പിനോടടുത്ത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് UDFന്റെ ആരോപണം. അതിന്റെ ഭാഗമായി ബോംബ് നിർമ്മിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. പക്ഷേ ഇത് കേസെടുക്കേണ്ട പോലീസ് പക്ഷേ ഇതിൽ ദുരൂഹത സംശയിക്കുന്നില്ല. പോലീസ് ഈ പരിശോധന നടത്തി അതിനുശേഷം പറയുന്നത് ഇത് പടക്കം പൊട്ടിക്കുമ്പോഴുണ്ടായ അപകടം മാത്രമാണ് എന്നാണ്. ശരി, അനീസിലെയാണ് കോഴിക്കോട്ട് വിശദാംശങ്ങൾ നൽകിയത്.